മറുപടി, ഉസ്സയാണ് എന്നുള്ള മക്കക്കാര് പറയുന്ന മറുപടി, ഇബ്രാഹിം ആണെന്നോ ഇസ്മായിൽ ആണെന്നോ അല്ല അവര് പറയുന്ന മറുപടി, മറിച്ച് ഇതിനൊക്കെയുള്ള മറുപടിയായി അവര് പറയുന്നത് അതൊക്കെ ചെയ്തത് അല്ലാഹു ആണ് എന്നാണ്. അതാണ് ഇമാം റാസി വിശദീകരിക്കുന്നത് കാണാം. ഫബയ്യന തആല അന്നഹും മുഖിറൂന ബിഅന്ന ഖാലിഖസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഹുവല്ലാഹുൽ അസീസുൽ ഹകീം. മക്കയിലെ ബഹുദൈവ വിശ്വാസികളെ പറ്റി പറയുകയാണ്. ഫബയ്യന തആല അല്ലാഹുവിനെ വിശദീകരിക്കുകയാണ്. അന്നഹും മുഖിറൂന അവരെ അംഗീകരിച്ചവരായിരുന്നു. ബിഅന്ന ഖാലിഖസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഹുവല്ലാഹുൽ അസീസുൽ ഹകീം. ഇതൊക്കെ ആകാശഭൂമികളെ സൃഷ്ടിച്ചിരിക്കുന്നത്, അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഏകനായ അല്ലാഹുവാണ്, അത് അല്ലാഹുവാണ് എന്നവരെ അംഗീകരിച്ചിരുന്നു. അത് വിശ്വസിച്ച ആളുകളായിരുന്നു അവർ, അവരത് ഉറച്ച് അംഗീകരിച്ചവരായിരുന്നു എന്ന് ഇമാം റാസി വിശദീകരിക്കുന്നു. അപ്പൊ എന്താ കുഴപ്പം? ഖാലിഖ് എന്ന് വേറൊരാളെ വിശ്വസിച്ചതാണോ? റാസിഖ് എന്ന് വേറൊരാളെ വിശ്വസിച്ചതാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരായി അവർ ചെയ്ത പ്രവർത്തനം? അതല്ലെങ്കിൽ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് ലാത്തയാണ് ഉസ്സയാണ് എന്നവർ വിശ്വസിച്ചതാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരായ പ്രവർത്തനം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അല്ല. പിന്നെന്താ? അതാണ് ഇതേ ഭാഷയിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നത്. വല്ലദീന യദഊന മിൻ ദൂനില്ലാഹ് ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ അംവാതുൻ ഗൈറു അഹ്യാഇൻ വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. വല്ലദീന യദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ മറ്റു ചില ശക്തികളോട് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നവർ, അല്ലാഹുവല്ലാത്ത പലരോടും പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നവർ, അവരാരോടാ പ്രാർത്ഥിക്കുന്നത്? ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ. ഒന്നിനെയും സൃഷ്ടിക്കാത്ത എന്നാൽ സൃഷ്ടികളായ ചില ശക്തികളോടാണ് അവർ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അംവാത്തുൻ മരിച്ചുപോയവരാണ്, ഗൈറു അഹ്യാഇൻ ജീവനില്ലാത്തവരാണ്. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ എന്നാണ് ഖിയാമത്ത് നാളെന്നറിയാത്തവരുമാണ്. എന്നാണ് ഖിയാമത്ത് നാളെന്നറിയാത്ത മരിച്ചുപോയ ജീവനില്ലാത്ത ആളുകളോട് പ്രാർത്ഥന നടത്തിയവർ. അതിനെയാണ് വിശുദ്ധ ഖുർആൻ ഏറ്റവും പ്രധാനമായി എതിർക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരം ആളുകളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണമെന്ന് പറയുന്നത്. വഖാല റബ്ബുകും ഉദ്ഊനി യസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, അവർക്കറിയാം ആരാ റബ്ബ്, ആരാ റബ്ബ്. റബ്ബുൽ അർശിൽ അലീം ആരാണ്? റബ്ബ് സമാവാതി സബഅ ആരാണ്? ഏഴ് ആകാശങ്ങളുടെ റബ്ബ്, മഹത്തായ സിംഹാസനത്തിന്റെ റബ്ബ് ഒക്കെ ആര്? അല്ലാഹു ആണെന്നവർ പറയും. ആ റബ്ബ് പറഞ്ഞിരിക്കുന്നു എന്ത്? നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് ആരെങ്കിലും അഹങ്കാരികളായി മാറിയാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, വളരെ നിന്ദ്യരായ നിലയിൽ അവർ നരകത്തിൽ പ്രവേശിക്കും എന്നാണ്. അപ്പൊ ആ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, ആ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. എന്താ കാരണം? ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാ? അദ്ദുആഉ വൽ ഇബാദ, പ്രാർത്ഥന ആരാധനയാണ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ആ ആരാധന, പ്രാർത്ഥന എന്ന ആരാധന അല്ലാഹുവിന് അർപ്പിക്കണം. അല്ലാഹു സത്താവാണെന്ന് അംഗീകരിച്ചാൽ പോരാ, അല്ലാഹു നിയന്താവാണെന്ന് അംഗീകരിച്ചാൽ പോരാ, അല്ലാഹുവാണെന്ന കഴിവുകളുടെയും ഉടമസ്ഥനെന്ന് അംഗീകരിച്ചാൽ പോരാ, മറിച്ച് അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് ആരാധനയാണെന്ന് അല്ലാഹു പഠിപ്പിച്ച കാര്യങ്ങൾ, അവന്റെ ദൂതന്മാരെ പഠിപ്പിച്ച കാര്യങ്ങൾ, അത് അല്ലാഹുവിന് മാത്രം അർപ്പിക്കണം. അത് അർപ്പിക്കുന്നില്ലെങ്കിലോ അവരുടെ ജീവിതത്തിലേക്ക് ശിർക്ക് കടന്നു വരുന്നു, അവരുടെ ജീവിതത്തിലേക്ക് ശിർക്ക് കടന്നു വരുന്നു. ആ ശിർക്കിനെ വലിയ പാപമായി ഇസ്ലാം പഠിപ്പിച്ചു. ലോകത്ത് മനുഷ്യൻ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളെയും ഇല്ലാതാക്കി കളയുന്ന പ്രവർത്തനം. ഒരാൾ അല്ലാഹുവിന്റെ കൂലി കിട്ടാൻ വേണ്ടി നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സക്കാത്ത് നൽകുന്നു, ഹജ്ജ് ചെയ്യുന്നു, മറ്റ് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു.
ഇതൊക്കെ എന്തിനാ ഒരു മനുഷ്യൻ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ കൂലി കിട്ടാൻ, അല്ലേ? സ്വർഗത്തിലെത്തണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾ ഇത് ചെയ്യുന്നത്. എന്നാൽ ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോടൊപ്പം അയാളുടെ ജീവിതത്തിൽ ശിർക്ക് കടന്നു വന്നാലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് വിരുദ്ധമായ വിശ്വാസമോ പ്രവർത്തനമോ അയാളുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ അയാളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും വെറുതെയായി പോയി. അത്തരം ആളുകൾക്ക് സ്വർഗം നിഷിദ്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതല്ലാത്ത മറ്റെല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും എന്നാണ്. ശിർക്ക് പൊറുക്കണമെങ്കിലോ തൗബ ചെയ്യലല്ലാതെ ഒരു നിർവാഹവുമില്ല. തൗബ ചെയ്യണം. മറ്റു പാപങ്ങൾ അല്ലാഹു ഉദ്ദേശിച്ചാൽ അവൻ പുറത്തു കൊടുക്കും. അത്രയും വലിയ പാപമാണ് ശിർക്ക്. അപ്പോ ഈ തൗഹീദും ശിർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് എന്നും അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ എന്താണ് എന്നും പഠിപ്പിക്കാനാണ് ഏറ്റവും പ്രധാനമായി ലോകത്ത് നബിമാര് കടന്നു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതാണ് ഈ സമൂഹത്തെ പഠിപ്പിച്ചത്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരു വിഭാഗം ആളുകൾ അതൊന്നും പറയേണ്ടതില്ല എന്ന അഭിപ്രായക്കാരാണ്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം നടത്തണം എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു മുദ്രാവാക്യമാണ്, ഒരു സന്ദേശമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാർ എന്ന നിലയിൽ തന്നെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമല്ല, ഈ ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ നബിമാരും വളരെ ഗൗരവത്തോടുകൂടി താക്കീത് നൽകിയ ശിർക്ക് എന്ന മഹാപാപം, ആ ശിർക്ക് എന്ന മഹാപാപം ഈ സമൂഹത്തിലേക്ക് കടന്നു വരികയില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നു. മുസ്ലിങ്ങൾ ഒരു കാര്യത്തിൽ എന്ത് ചെയ്യത്തില്ല, ശിർക്കിനെ പറ്റി ബേജാറാകേണ്ടതില്ല. കാരണം അത് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരില്ല എന്നാണ്. എന്റെ കയ്യിലുള്ള പുസ്തകം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച സംഘടനയുടെ പണ്ഡിതനായ നജീബ് മുസ്ലിയാർ എഴുതിയ ശിർക്ക് എന്ന പുസ്തകമാണ്. അദ്ദേഹം ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ പറയുന്നു, എന്റെ സമുദായം നിങ്ങൾ ശിർക്കിൽ അകപ്പെടുമെന്ന് അല്ലാഹുവാണ് ഞാൻ ഭയപ്പെടുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് നേരെ ഭൗതികാഡംബരങ്ങൾ വിരുദ്ധപ്പെടുന്നതും അതിൽ നിങ്ങൾ പരസ്പരം മത്സരിക്കുന്നതുമാണ് എന്റെ ആശങ്ക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിലെ വാക്കാണിത്, ബുഖാരി. പക്ഷേ വഹാബിസം ഭൗതിക പ്രമത്തതയെ അപകടകരമായി കാണുകയില്ല. എണ്ണപ്പഴത്തിന്റെ പളപളപ്പിലാണല്ലോ അതിന്റെ നിലനിൽപ്പ്. പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സമുദായത്തിനകത്ത് കടന്നുകൂടുകയില്ലെന്ന് ആണയിട്ട് പറഞ്ഞ ശിർക്ക് സമുദായ ഗാത്രത്തെ തിന്നു തീർത്തതായി ഇവർ ആക്രോശിക്കുകയും ചെയ്യുന്നു. നജീബ് മുസ്ലിയാർ പറയുന്നുണ്ട്, ഈ സമുദായത്തിൽ ഒരിക്കലും ശിർക്ക് കടന്നു വരൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ല, ആണയിട്ട് പറഞ്ഞു എന്ന്. എന്റെ സമുദായത്തിലേക്ക് ശിർക്ക് കടന്നു വരില്ല. ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ അങ്ങനെയുണ്ട് എന്നാണ് അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നത്. എന്നാൽ സഹോദരന്മാരെ, എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട് ഹദീസ്. എന്താ ഹദീസ് എന്നറിയുമോ? അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ യൗമൻ ഫസല്ല അലാ അഹ്ലി ഉഹദിൻ സലാതഹു അലൽ മയ്യിതി ثم انصرف الى المنبر فقال اني فرط لكم وانا شهيد عليكم واني والله لا انظر الى هول الان واني اعطيت مفاتيح خزائن الارض او مفاتيح الارض واني والله ما اخاف عليكم من تشركوا بعدي ولكن اخاف عليكم من تنافسوا فيها. ഇമാം ബുഖാരി പല സ്ഥലങ്ങളിലായി അല്പം ചില വ്യത്യാസങ്ങളോടുകൂടി ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് ഇതിലെ ഒരു ഭാഗമാണ് മുസ്ലിയാർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എടുത്തുദ്ധരിച്ചിരിക്കുന്നത്. എന്താ? വല്ലാഹി പടച്ച തമ്പുരാനാണ്, മാ ഖാഫു അലൈക്കും മൻ തുശ്രികൂ ബഅദി, നിങ്ങൾ എന്റെ ശേഷം ശിർക്കിൽ അകപ്പെടുമെന്നത് ഞാൻ ഭയപ്പെടുന്നേയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ പറഞ്ഞത് നജീബ് മുസ്ലിയാർ പറഞ്ഞതുപോലെയാണോ? നജീബ് മുസ്ലിയാർ എങ്ങനെ ഈ ഹദീസ് മനസ്സിലാക്കിയത്? തന്റെ സമുദായത്തിനകത്ത് കടന്നുകൂടുകയില്ലെന്ന് ആണയിട്ട് പറഞ്ഞ ശിർക്ക് സമുദായ ഗാത്രത്തെ തിന്നു തീർത്തതായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ സമുദായത്തിൽ ഒരിക്കലും ശിർക്ക് കടന്നു വരില്ല എന്നാണോ? ഹദീസ് ആര് പറയും പോലെ മനസ്സിലാക്കണം? സഹാബികൾ അങ്ങനെയാണോ മനസ്സിലാക്കിയത്? പൂർവിക
പണ്ഡിതന്മാർ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? നജീബ് മൗലവി അദ്ദേഹത്തിന്റെ വ്യാഖ്യാനമാണ് ഇവിടെ നൽകിയത്. ഞാൻ എന്റെ വ്യാഖ്യാനമല്ല പറയുന്നത്. അഹ്ലുസുന്ന വൽ ജമാഅയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹദ്ദിസ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഈ ഹദീസിൽ 2 സ്ഥലങ്ങളിൽ വിശദീകരണം നൽകുന്നുണ്ട്. ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നത് എന്താണ്? വഅന്ന അസ്ഹാബഹു ലാ യുശ്രികൂന ബഅദഹു, ഞാൻ നിങ്ങളിൽ ശിർക്ക് ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് ആരെ പറ്റിയാ? സഹാബത്തിനെ പറ്റിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം സ്വഹാബത്ത് ശിർക്ക് ചെയ്യുകയില്ല. അത് അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ഭൗതിക പ്രവക്തതയുടെ പിന്നാലെ പോകുന്ന സ്വഭാവം ചിലരിലെങ്കിലും ഉണ്ടായതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ശിർക്ക് സ്വഹാബത്തിനുണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു ഒരിടത്ത്. രണ്ടാമത്തെ സ്ഥലത്ത് അദ്ദേഹം പറയുന്നത് എന്താണ്? ഐ അലാ മജ്മൂഇക്കും, ഈ സമുദായത്തിൽ ഒരാളും ശിർക്ക് ചെയ്യില്ല എന്നല്ല, ഈ സമുദായത്തിൽ ഒരാളുടെ ജീവിതത്തിലും ശിർക്കുണ്ടാവുകയില്ലെന്നല്ല, മറിച്ച് അലാ മജ്മൂഇക്കും, ഈ സമുദായം മൊത്തത്തിൽ ശിർക്ക് ചെയ്യുക എന്ന ഒരവസ്ഥയുണ്ടാവുകയില്ല എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. ലിഅന്ന ദാലിക ഖദ് വഖഅ മിനൽ ബഅലി, ലിഅന്ന ദാലിക ഖദ് വഖഅ മിനൽ ബഅലി, അങ്ങനെ ശിർക്ക് ചെയ്യുക എന്നത് ചിലരിൽ നിന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടല്ലോ. ആദനല്ലാഹു തആല, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാനല്ല പറഞ്ഞത്, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ആര് മനസ്സിലാക്കിയതാണ് ശരി? മുജാഹിദികൾ മനസ്സിലാക്കിയതാണോ അതല്ല സംസ്ഥാനക്കാർ മനസ്സിലാക്കിയതാണോ? സംസ്ഥാനക്കാർ മനസ്സിലാക്കി ഈ സമുദായത്തിലേക്ക് ഒരിക്കലും ശിർക്ക് കടന്നു വരില്ല. അതുകൊണ്ട് തന്നെ അതിനെതിരെ പ്രതികരിക്കുക എന്നത്, അതിനെതിരെ പ്രവർത്തിക്കുക എന്നത് ആവശ്യമുള്ള കാര്യമല്ല. ഈ സമുദായത്തിൽ വേറെ സമുദായത്തിലൊക്കെ ശിർക്ക് ഉണ്ടാവും, മുസ്ലിം സമുദായത്തിൽ ഉണ്ടാവില്ല എന്ന് ഒരു ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്ത് ഇവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞത് എന്താണ്? ശിർക്ക് ഈ സമുദായത്തിലേക്ക് കടന്നു വരും, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ എന്നാണ്. ഒരിക്കലും സമുദായത്തിൽ ഉണ്ടാകാത്ത ഒരു സംഭവത്തിൽ നിന്ന് അല്ലാഹു നമ്മെ കാക്കട്ടെ എന്ന് പറയേണ്ടതുണ്ടോ? അപ്പൊ ഈ ശിർക്കിനെ പറ്റി ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക. എവിടെയാ ശിർക്ക് സമുദായത്തിൽ സംഭവിക്കുന്നത്? അള്ളാഹുവിനെ പോലെ ഒരു അള്ളാഹു വേറെയുണ്ട് എന്ന് വിശ്വസിക്കുന്നിടത്താണോ? അള്ളാഹുവിനെ പോലെ സൃഷ്ടാവായ, നേരത്തെ ഇമാം റാസി പറഞ്ഞതുപോലെ ഖുദ്റത്തിലും ഹിക്മത്തിലും വുജൂദിലും ഇൽമിലും ഒക്കെ തുല്യനായ ഒരു ഇലാഹുണ്ട്, ഒരു റബ്ബുണ്ട്, ഒരു ഖാലിഖുണ്ട് എന്ന് വിശ്വസിക്കുന്നിടത്താണോ? അല്ല, മറിച്ച് എവിടെയാണ് ആ അള്ളാഹുവിനെ അർപ്പിക്കേണ്ട ആരാധനകൾ അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കുന്നു. അതാ ഇലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് വിശ്വസിക്കുന്ന, പ്രഖ്യാപിക്കുന്ന ഈ സമുദായം അല്ലാഹുവിനെ അർപ്പിക്കേണ്ട ആരാധന അല്ലാഹു അല്ലാത്തവർക്ക് അർപ്പിക്കുന്നു. ആ അല്ലാഹു അല്ലാത്തവർക്ക് ഇത് അർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏതാണ്? പ്രാർത്ഥനയുടെ കാര്യമാണ്. അതുകൊണ്ടാ മുജാഹിദികൾ എന്ത് പറയുന്നത്? പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം. പക്ഷേ നജീബ് മുസ്ലിയാർക്കും സഹോദരങ്ങൾക്കും ആ മുദ്രാവാക്യം, ആ സന്ദേശം തീരെ ദഹിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ ആ ഉദാഹരണത്തെ ഏറ്റവും മോശമായ രൂപത്തിൽ എങ്ങനെ ഈ സമൂഹത്തിന് മുന്നിൽ ചിത്രീകരിക്കാൻ കഴിയും എന്നാണ് അവരന്വേഷിക്കുന്നത്. അദ്ദേഹം തന്നെ തന്റെ പ്രസംഗത്തിൽ ആ വിഷയം ഉദാഹരിക്കുന്നു എന്ന് കേട്ടുനോക്കൂ നിങ്ങൾ. ഈശ്വരനോടും അള്ളാഹുവിനോടും നടത്തുന്ന അപേക്ഷക്കും ഈശ്വരനു വേണ്ടി അള്ളാഹുവിനു വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകൾക്കുമേ പ്രാർത്ഥന എന്ന് പറയൂ. അങ്ങനെയുള്ള പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നൊരു കൂട്ടർ 7 പതിറ്റാണ്ട് കാലമായി ശബ്ദം മുഴക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും ഇപ്പോൾ കർണാടക സ്റ്റേറ്റിലുമൊക്കെ ഒന്നിച്ചു ഓടി പടയോട്ടം തന്നെ നടത്തി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അനുചിതമായ വാക്കല്ലേ? ഇതിന് ഉദാഹരണം എങ്ങനെ പറയാം? നിങ്ങൾ നിരൂപിച്ചാൽ ധാരാളം ഉദാഹരണം കിട്ടും. എനിക്ക് തോന്നുന്നത് മെൻസസ്, പെണ്ണുങ്ങൾക്ക് മാസാന്തം പുറപ്പെടുന്നവർ രക്തം പുറപ്പെടുന്നതിനെ നമ്മൾ സാധാരണ മെൻസസ് നേരെയുള്ള ഉറുദു രക്തം എന്ന് മലയാളത്തിൽ പറയാറ്. ഇത് സ്ത്രീകൾക്ക് പുറപ്പെട്ടാലേ ഉറുദു രക്തം എന്ന് പറയൂ. പുരുഷന്മാർക്ക് എങ്ങാനും വല്ല രക്തസ്രാവം ഉണ്ടായാൽ അതിന് പേര് മാറും. അതിനാരും ഹൈല് എന്ന് അറബ് പറയൂല, ഉറുദു രക്തം എന്ന് മലയാളത്തിൽ പറയില്ല, മെൻസസ് എന്ന് നമ്മൾ ഇംഗ്ലീഷ് വേർഡായി സാധാരണ ഉപയോഗിച്ചു വരുന്നതും പറയില്ല.
ഈ ഋതുരക്തം എന്ന സ്ത്രീകൾക്ക് മാത്രം ഉണ്ടാകുന്ന രക്തസ്രാവത്തെ ഋതുരക്തം സ്ത്രീകൾക്ക് മാത്രം, ഋതുരക്തം സ്ത്രീകൾക്ക് മാത്രം എന്നൊരു കൂട്ടർ മുദ്രാവാക്യം മുഴക്കിയിട്ട് കേരളമൊട്ടാകെ നടന്നാൽ അതെന്തുമാത്രം അനുചിതമാണോ അതുപോലെ അനുചിതമല്ലേ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന ശബ്ദവും? നിങ്ങൾ നിരൂപിച്ചു നോക്കി. പ്രാർത്ഥന എന്ന് പറയുന്നത് അള്ളാഹുവിനോട് നടത്തുന്ന അപേക്ഷയ്ക്ക്, പ്രാർത്ഥന എന്ന് പറയുന്നത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തിന്, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന നേർച്ചയ്ക്ക്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന സങ്കീർത്തനങ്ങൾക്ക്, അള്ളാഹുവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തിനും അള്ളാഹുവിനോട് ചെയ്യുന്ന അപേക്ഷയ്ക്കും മാത്രം ഉപയോഗിച്ചു വരുന്ന വേദശബ്ദമായ പ്രാർത്ഥന എന്ന വാക്യം നോക്കി. പ്രാർത്ഥന എന്ന് പറയുന്നത് അള്ളാഹുവിനോട് നടത്തുന്ന അപേക്ഷയ്ക്ക്, പ്രാർത്ഥന എന്ന് പറയുന്നത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തിന്, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന നേർച്ചയ്ക്ക്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന സങ്കീർത്തനങ്ങൾക്ക്, അള്ളാഹുവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തിനും അള്ളാഹുവിനോട് ചെയ്യുന്ന അപേക്ഷയ്ക്കും മാത്രം ഉപയോഗിച്ചു വരുന്ന വേദശബ്ദമായ പ്രാർത്ഥന എന്ന വാക്യം, അതേപോലെ ദുആ എന്ന വാക്യം